അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൺമാസ്കിംഗ് അനോമലീസ് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചൊരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് അവർ നമ്മളെപ്പറ്റി നടത്തിയിട്ടുള്ള തെറ്റായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് മറുപടി നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വിശ്വാസത്തെ തീർത്തും വളച്ചൊടിച്ചുകൊണ്ട് അവർ അവതരിപ്പിച്ചതിന് നമ്മൾ വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു, അതിനൊക്കെ മറുപടി നൽകിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ പരാമർശിക്കാതെ ഇപ്പോൾ പുതിയ കാര്യങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. പുതിയ കാര്യങ്ങൾ എന്നതിനേക്കാളും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ മൊത്തമായിട്ടൊന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് ഇതിൽ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇവരൊന്നും തന്നെ മുസ്ലിങ്ങളെ അല്ല, ഇവർ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ, ഇപ്പം ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആക്ഷേപം അവർ ഉന്നയിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ ശാസ്ത്ര വസ്തുതകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന് മറുപടി നൽകുമ്പം ആ വിഷയത്തിൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് പകരം പലപ്പോഴും നിങ്ങളൊന്നും ശാസ്ത്രത്തിൻ്റെ ആളുകളെ അല്ല, നിങ്ങൾക്കൊന്നും ശാസ്ത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇസ്ലാമിനെ ഈ ഒരു വിഷയത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കാറുണ്ട്. ഇതുപോലെ ഒരു ആഡ് ഹോമിനം ഫാലസിയാണ് ഇവരും ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് ആരാണ് മുസ്ലിം, ആരാണ് അമുസ്ലിം, ആരാണ് ഇസ്ലാമിൻ്റെ അകത്ത് പുറത്ത് എന്നൊക്കെയുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഇതിൽ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിനോട് നമുക്ക് ആദ്യം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചുകൊള്ളുക എന്നാണ് വളരെ മാന്യമായിട്ട് പറയാനുള്ളത്. കാരണം അള്ളാഹും റസൂലും പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നതെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്നാണ് പറയാനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മുസ്ലിങ്ങളല്ല, ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന് പറയുമ്പോൾ, അതായത് ഇസ്ലാം അല്ലാത്ത പുതിയൊരു മതത്തിലാണ് അവർ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു വാദമുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അങ്ങനെ വല്ല വാദവും മുന്നോട്ട് വെക്കുന്നുണ്ടോ? അതായത് ഞങ്ങൾ ഇസ്ലാം അല്ലാത്ത പുതിയൊരു മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളൊരു വാദം നമുക്കുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാത്തമുൻ നബീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അക്മലുൽ കുത്തുബായ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ ഗ്രന്ഥം. ഇസ്ലാമാണ് അള്ളാഹു മാനവരാശിക്ക് ഖയാമത്ത് വരെ അള്ളാഹു തൃപ്തിപ്പെട്ട മതം, ഇനി ഒരു മതവും വരാനില്ല, അതേ മതത്തിൽ, അതേ ഇസ്ലാമിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തും പറയുന്നത്. ഇനി ഇസ്ലാമിൻ്റേതല്ലാത്ത പുതിയ എന്തെങ്കിലും കലിമയിൽ ഇവർ വിശ്വസിക്കുന്നുണ്ടോ? അതുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണ് എന്നുള്ള അതേ ഇസ്ലാമിൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ കലിമയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തും ഏറ്റുപറയുന്നതും വിശ്വസിക്കുന്നതും. ഇനി ഇസ്ലാമിൻ്റെ ഏതെങ്കിലും കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളോ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഏറ്റക്കുറച്ചിലുകളോ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ടോ? അതുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് നമസ്കാരമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ നോമ്പായിക്കൊള്ളട്ടെ, വ്രതാനുഷ്ഠാനമായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും ഒക്കെ വിശ്വസിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ഇനി അനിസ്ലാമികമായിട്ടുള്ള അല്ലെങ്കിൽ അമാനവികമായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റുള്ളവരോട് ക്രൂരത ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് അനീതി പ്രവർത്തിക്കുക എന്നുള്ള വല്ല പ്രവൃത്തിയിലും ഏർപ്പെടുന്നുണ്ടോ? കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഏതെങ്കിലും ഒരു വ്യക്തി മറ്റുള്ളവരോട്, ജനങ്ങളോട് ക്രൂരതയും അനീതിയും ചെയ്യുന്ന വ്യക്തിയുടെ കൂടെ, ആ വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി കൂടെ നടന്നാൽ പോലും അങ്ങനെ ഒരു വ്യക്തി ഇസ്ലാമിന് പുറത്താണ്, അതായത് യഥാർത്ഥ ഇസ്ലാമിന് പുറത്താണ്. അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും തന്നെ യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വല്ല പ്രവൃത്തിയിലും ഏർപ്പെടുന്നുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ലോകത്ത് നടക്കുന്ന എല്ലാ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും, അത് ഏത് ആശയത്തിൻ്റെ പേരിലുള്ളതായിക്കൊള്ളട്ടെ, ഏത് മതത്തിൻ്റെ പേരിലുള്ളതായിക്കൊള്ളട്ടെ, ഇനി ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ നാമമാത്ര മുസ്ലിങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തികളായിക്കൊള്ളട്ടെ, ഇതിനെല്ലാം തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വളരെ ശക്തമായി അതിനെതിരെ ശബ്ദമുയർത്തുകയും അതിനെതിരെ നിലകൊള്ളുകയും ചെയ്യുന്നൊരു ജമാഅത്താണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ആകുമ്പോഴും എന്തുകൊണ്ടാണ് ഇവർ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത് ചോദിച്ചാൽ, അത് നമ്മൾ ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് മറുപടി. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഇവർ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി, അതായത് മുസ്ലിം വേൾഡ് ലീഗിൻ്റെ കാര്യം പറയുന്നുണ്ട്. 1974 റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി ഒരു കോൺഫറൻസ് കൂടുകയും അതിൽ ഒരുപാട് ഉലമാക്കൾ ഐക്യകണ്ഠേന അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ ഇസ്ലാമിൻ്റെ പുറത്താണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും തന്നെ മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വേൾഡ്ലി ഓർഗനൈസേഷൻസ് എന്ത് പറയുന്നു, ഇത്തരത്തിലുള്ള ഉലമാക്കൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രമാണം. എന്നാൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അവൻ്റെ റസൂലും എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രമാണം.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ല സ്വലാത്തന, ആരാണോ നമ്മളെപ്പോലെ നമസ്കാരം അനുഷ്ഠിക്കുന്നത്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ആ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആരാണോ നമസ്കാരം അനുഷ്ഠിക്കുന്നത്, വസ്തഖ്ബല ഖിബ്ലതന, അതുപോലെ തന്നെ നമ്മുടെ ഖിബിലയിലേക്ക് തിരിയുന്നത്, പുതിയൊരു ഖിബില ഒന്നും ഉണ്ടാക്കാതെ നമ്മുടെ ഖിബിലയിലേക്ക് തന്നെ തിരിയുന്നത്, വഅകല ദബീഹത്തന, നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്നത്, ഫദാലിക്കൽ മുസ്ലിം, അങ്ങനെ ഒരു വ്യക്തി മുസ്ലിമാണ്, ലഹു ദിമ്മത്തുല്ലാഹി വ ദിമ്മത്തു റസൂലിഹി, അങ്ങനെ ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും, അതായത് മുസ്ലിം എന്നുള്ള വിളിപ്പേരിന് ആ വ്യക്തി അർഹനാണ് എന്നുള്ള കാര്യത്തിൽ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ഗ്യാരണ്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഗ്യാരണ്ടി ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരു ലീഗിൻ്റെയോ ഒരു റാബിത്തയുടെയോ ഇത്തരത്തിലുള്ള ഒരു വേൾഡ്ലി ഓർഗനൈസേഷൻസിൻ്റെയോ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയാനുള്ളത്. അത്തരത്തിലുള്ള ഫത്വകൾക്ക് നമ്മൾ യാതൊരു വിലയും, ഒരു കടലാസിൽ കവിഞ്ഞ വിലയും കൽപ്പിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹും റസൂലും പറയുന്നതാണ് പ്രമാണം. ഇങ്ങനെ അള്ളാഹും റസൂലും പറഞ്ഞതൊന്നും പറയാതെ, അതൊന്നും ഉദ്ധരിക്കാതെ, സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം വിശ്വാസപ്രകാരം ഇന്ന വ്യക്തി ഇസ്ലാമിന് പുറത്താണ്, ഇന്ന വ്യക്തി മുസ്ലിം അല്ല, ഇന്ന വ്യക്തി കാഫിറാണ് എന്ന് പറയാനാണെങ്കിൽ ഒരുപാട് സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരിക, നമ്മൾ പറഞ്ഞ വാദങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് അതിനെന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ പറയാം. അത് ചെയ്യാതെ ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാമിനെ, അതായത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകനായ ഹസ്രത്ത് അഹമ്മദ് അലി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും നമ്മളെ ജമാഅത്തിനെ സംബന്ധിച്ചും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പുതിയ പ്രസ്താവനകൾ മുന്നോട്ട് വെക്കുന്നതിൽ യാതൊരു കാര്യമില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഒരുപാട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം താൻ സ്വയം അള്ളാഹു ആണെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അദ്ദേഹം അള്ളാഹു ആണെന്ന് വാദിച്ചിരിക്കുന്നുവെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ചുരുങ്ങിയ പക്ഷം നിങ്ങളുടെ ഓഡിയൻസിന്, നിങ്ങളുടെ വ്യൂവേഴ്സിനോടെങ്കിലും ഒരു പ്രതിബദ്ധത കാണിച്ചൂടെ? എന്തിനാണ് അവരുടെ ഇൻ്റലിജൻസിനെ അണ്ടർമൈൻ ചെയ്യുന്നത്? അവരിതൊന്നും വെരിഫൈ ചെയ്യില്ല, ചെക്ക് ചെയ്യൂല എന്നുള്ള ഒരു മുൻധാരണയാണോ? ഒരു വ്യക്തി താൻ സ്വയം അള്ളാഹു ആണ് എന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ സ്വപ്ന വ്യാഖ്യാനത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഇമാമിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ എഴുതിയിട്ടുള്ളത്? സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ചൂടെ? താത്തീറുൽ അനാമിൽ, അതായത് താത്തീറുൽ അനാം ഫി താബീറുൽ മനാം എന്നുള്ള ഗ്രന്ഥത്തിൽ ഇതേ സ്വപ്നത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പരാമർശിക്കുന്നില്ലേ? ഒരു വ്യക്തി താൻ സ്വയം അള്ളാഹു ആണ് എന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ഹിദായത്ത് പ്രാപിച്ചിരിക്കുന്നു, ആ വ്യക്തി നേർമാർഗം പ്രാപിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് തെറ്റിദ്ധാരണ പരത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അറിയാത്തതാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം, അറിയാത്ത വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ചെയ്യുക, അതല്ലാതെ ഇത്തരത്തിൽ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുകയല്ല ചെയ്യൽ. ഇനി അതല്ല, അറിഞ്ഞിട്ടും ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പരത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ വിലക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് പ്രത്യേകം ഓർക്കാനാണ് ഇവിടെ ഞാൻ ഉണർത്തുന്നത്. ഇനി ഇതൊന്നുമല്ല, ചുരുങ്ങിയ പക്ഷം ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം പറഞ്ഞ കോണ്ടെക്സ്റ്റ് എങ്കിലും ഒന്ന് പൂർണ്ണമായിട്ട് അവതരിപ്പിച്ചൂടെ? അത്രയെങ്കിലും ഒരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റി കാണിച്ചൂടെ? ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു കാര്യം, അതായത് ഈ ഒരു സ്വപ്നം ഇത് പറഞ്ഞതിൻ്റെ അതേ കോണ്ടെക്സ്റ്റിൽ ആ കാര്യം പറഞ്ഞതിന് ശേഷം ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം പറയാണ്, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഞാൻ അള്ളാഹു ആയി എന്നല്ല. അതായത് ഈ വഹദത്തുൽ വുജൂദുകാരും ഹുലൂലികളും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഞാൻ സ്വയം അള്ളാഹു ആയി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നല്ല. നേരെ മറിച്ച് സഹീ ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഖുദ്സിയിൽ അള്ളാഹു പറയുന്നതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു ദാസൻ ഒരുപാട് നവാഫിലുകൾ അനുഷ്ഠിക്കുമ്പോൾ, ഒരുപാട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് ആ വ്യക്തി പ്രിയങ്കരനായി മാറുന്നു. അങ്ങനെ അള്ളാഹു ആ വ്യക്തിയുടെ കണ്ണും കയ്യും കാലുമായി മാറുന്നു എന്ന് പറഞ്ഞ ആ ബുഖാരിയിലുള്ള ഹദീസിൻ്റെ വിവക്ഷ എന്താണോ അത് മാത്രമാണ് എൻ്റെ ഈ സ്വപ്നത്തിൻ്റെയും വിവക്ഷ എന്ന് ഹസ്രത്ത് അഹമ്മദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അവതരിപ്പിച്ചുകൂടെ? അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നതാണ് ചോദിക്കാനുള്ളത്. ഇതുപോലെ തന്നെ പറഞ്ഞ വേറൊരു കാര്യമാണ്, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ഇസ്രായേലിൽ സെൻറ്റർ ഉണ്ട് എന്ന് എന്തോ ഒരു വലിയൊരു രഹസ്യം, ഒരു നിഗൂഢ സത്യം കണ്ടുപിടിച്ചതുപോലെ പറയുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒന്ന് ആലോചിച്ച് നോക്കുക, അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മുസ്ലിങ്ങളല്ല എന്നുള്ളതിനൊരു തെളിവായിട്ട് കൊണ്ടുവരുന്ന കാര്യമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ഇസ്രായേലിൽ ഒരു സെൻറ്റർ ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഒരു അല്പത്തരം സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ? കാരണം ഇസ്രായേലിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ 100 കണക്കിന്, ചില കണക്കുകൾ പ്രകാരം 400ഓളം പള്ളികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിഗൂഢ സത്യം, ഒരു മിസ്റ്റീരിയസ് ട്രുത്ത് നമ്മളിതാ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള വ്യാജേന ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊന്ന് വ്യക്തമാക്കി തന്നാൽ എളുപ്പമായിരുന്നു. ഇനി
ഇവർക്ക് അറിയാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ പള്ളികളിൽ ഈ പറയപ്പെടുന്ന 400ഓളം പള്ളികളുണ്ടെന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് പള്ളികളിലേക്ക് ഇമാമികളെ നിയമിക്കുന്നതും മുഅദ്ദിനെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് സാലറി നൽകുന്നതൊക്കെ തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റാണ്. അതായത് ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റീരിയർ മിനിസ്ട്രീൻ്റെ കീഴിലാണ് ഒരുപാട് പള്ളികളിലേക്ക് ഇമാമികളെ നിയമിക്കുന്നതും ഒക്കെ തന്നെ. അതുപോലെ തന്നെ ഈ പള്ളികൾക്ക് അതിൻ്റെ മെയിൻ്റനൻസിനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫണ്ടിങ്ങും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. ഇത് പറയുമ്പം ഒരു കാര്യം വ്യക്തമാക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് കേൾക്കുമ്പം ഇസ്രായേലിൽ വളരെയധികം എല്ലാവർക്കും പരിപൂർണമായ മതസ്വാതന്ത്ര്യമുണ്ട്, മുസ്ലിങ്ങളൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതാ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ടാണ് അതിലേക്ക് കടക്കാത്തത്. ഈ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഈ രീതിയിൽ, അതായത് വിവിധ ആരാധനാലയങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള ഫണ്ടിങ്, അതിൽ യഹൂദികളുടെ സിനഗോഗ്സിന് കിട്ടുന്നതും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ പള്ളിക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള ഫണ്ടിങ്ങുകളിലും ഒരുപാട് ഡിസ്പാരിറ്റീസ് ഉണ്ട് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാമിയങ്ങളെ നിയമിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ഇൻ്റർവെൻഷൻ നടക്കുന്നു. ഈ ഇമാമിയങ്ങൾ ആയിട്ട് നിയമിക്കപ്പെടുന്ന ആളുകൾ അവർ ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ഒരുപാട് നല്ല രീതിയിൽ കൂറുള്ള ആളുകളാണ് എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയ ഒക്കെ നടത്തിക്കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഇമാമിയങ്ങളൊക്കെ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ഇവരൊക്കെ തന്നെ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണോ ഇതുകൊണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം ഇതാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണെങ്കിലും ഇത്തരത്തിൽ യാതൊരു പൈസയും വാങ്ങാതെ അവിടെ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഏതാണ്ട് 100 വർഷത്തോളമായിട്ട് ഈ ഒരു പ്രദേശത്ത് ഫലസ്തീനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. എന്നാൽ ഇന്നേ വരെ ഒരു നയാ പൈസ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇസ്രായേലിൽ നിന്നും വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് മാത്രമല്ല, ഇസ്രായേലൊക്കെ സ്ഥാപിതമാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഫലസ്തീനിൽ സ്ഥാപിതമായിട്ടുണ്ട്. 1920കളിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അവിടെ പള്ളി നിർമ്മിക്കുകയും ജമാഅത്ത് സ്ഥാപിക്കുകയും ചെയ്തു. നമുക്കറിയാം ഇസ്രായേൽ സ്ഥാപിതമാകുന്നത് 1948ലാണ്. എന്ന് മാത്രമല്ല, ഇന്നും ഫലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ഗസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ഒക്കെ തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ അംഗങ്ങൾ ജീവിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സംഘർഷത്തിൻ്റെ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് മറ്റ് മുസ്ലിങ്ങളെ പോലെ തന്നെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ അംഗങ്ങളും പ്രയാസങ്ങൾ അനുഭവിക്കുകയും ഷഹീദാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കുക എന്നാണ് പറയാനുള്ളത്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സേവനങ്ങൾ എത്രത്തോളമാണെന്ന് അറിയണമെങ്കിൽ അത് ചരിത്രം പഠിച്ചാൽ മതി എന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇസ്രായേലൊക്കെ സ്ഥാപിതമാകുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ് അന്നത്തെ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ രണ്ടാം ഖലീഫയായിരുന്ന ഹസ്രത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കീഴിൽ സർ ജഫറുല്ലാ ഖാൻ സാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു അംഗമായിരുന്നു. അതുപോലെ തന്നെ UN ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അന്നത്തെ ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ ഫലസ്തീനികളുടെ വിഷയങ്ങൾ ഏത് രീതിയിലാണ് അദ്ദേഹം UN അവതരിപ്പിച്ചത് എന്നുള്ളതൊക്കെ അതൊക്കെ അറിയണമെങ്കിൽ ആ ചരിത്രം ഒന്ന് പഠിക്കുക എന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ചുരുങ്ങിയ പക്ഷം ആ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രം ഇവിടെ ഞാൻ പറയുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന് ഇസ്രായേലിൽ സെൻറ്റർ ഉണ്ട് എന്നിങ്ങനെ ഇംപ്ലിക്കേഷൻസ് നിറഞ്ഞ രീതിയിൽ ലോഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തുന്നത് ഒരിക്കലും തന്നെ സത്യത്തിന് നിരക്കുന്ന കാര്യമല്ല. ഇത് പ്രത്യേകിച്ച് ഞങ്ങൾ സത്യത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ ഫാക്ട് ചെക്കിങ്ങിൻ്റെയും ഫാക്ട് വെരിഫിക്കേഷൻ്റെ ഒക്കെ ആളുകളാണ് എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ അത് പ്രസംഗത്തിൽ മാത്രം ഒതുക്കാതെ അത് പ്രാവർത്തിക രൂപത്തിൽ കൂടി കൊണ്ടുവരണമെന്ന് വളരെ വിനീതമായിട്ട് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരിക, നമ്മൾ മുന്നോട്ട് വെച്ച വാദങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മൾ മുന്നോട്ട് വെച്ച ആർഗ്യുമെൻറ്റ്സ് അതിനെന്തെങ്കിലും മറുപടി പറയാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ചോദിച്ചതാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടില്ല, ഇന്നും ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് വിശുദ്ധ ഖുർആനിൽ എന്താണ് തെളിവ് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മ തവഫൈതനി എന്ന് വിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി പറഞ്ഞ ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചത് എന്നുള്ള കാര്യം നമ്മൾ വിശദീകരിച്ചിരുന്നു. അതുപോലെ തന്നെ ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതവഫീക എന്നുള്ളതിന് എന്താ അർത്ഥമാണ് നൽകിയത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യാതെ, ഇതിനൊന്നും പരാമർശിക്കാതെ, ഇതിനൊന്നും എൻഗേജ് ചെയ്യാതെ, ഇതിനൊന്നും മറുപടി പറയാതെ പുതിയ പുതിയ പരാമർശങ്ങൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ചും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകനെ സംബന്ധിച്ചും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. അത് നിങ്ങളുടെ തന്നെ ആശയപാപ്പരത്വത്തെ മാത്രമാണ് കാണിക്കുന്നത് എന്ന് വളരെ വിനീതമായി ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.